ഇഷ്ടിക എന്ന നോവൽ എഴുതാൻ വേണ്ടി പഠനകാലത്ത് ഇഷ്ടികക്കളത്തിൽ ജോലി ചെയ്ത ഒരു കഥാകൃത്ത്. പാലാ സ്വദേശി അന്തിനാട് ജോസ് എന്ന കഥാകൃത്തിന്റെ ആത്മസമർപ്പണത്തിന് ഇപ്പോൾ 4 പതിറ്റാണ്ട് ആയിരിക്കുകയാണ്. അന്നു മുതൽ ഇന്നുവരെ ഒട്ടേറെ പ്രശസ്തമായ കലാസൃഷ്ടികൾ വിരിഞ്ഞ ജോസിന്റെ ഭാവനകൾ ഇന്നും പുതിയ രചനയിലാണ്. അധ്വാനിക്കുന്ന തൊഴിൽ വർഗത്തിന്റെ ചോരയും കണ്ണീരും ഗദ്ഗതകളുമെല്ലാം കൂട്ടിക്കൊഴിച്ച ഇഷ്ടിക നോവൽ. ചുട്ടുപൊള്ളുന്ന ഇഷ്ടിക ചൂളകളിലെ പണിയെടുക്കുന്ന പൊള്ളുന്ന ഓർമ്മകൾ കട്ടയ്ക്ക് ചേർത്ത് കെട്ടി ജോസ് ഇഷ്ടിക എഴുതിയത് 40 വർഷം മുൻപാണ്. ചൂളകളിൽ അടിമപ്പണിയെടുത്തിരുന്ന തൊഴിലാളികളുടെ ജീവിതകഥ ഹൃദയസ്പർശിയായിരുന്നു. ഇഷ്ടിക ചൂടപ്പം പോലെ ആദ്യകാലങ്ങളിൽ വിറ്റുപോയി. ഇന്ന് ഇഷ്ടികക്കളങ്ങൾ ഓർമ്മയായി. പുതുതലമുറയ്ക്ക് മുന്നിൽ ഇഷ്ടികകളേക്കാൾ പരിചയം നഗരവൽക്കരണത്തിന്റെ കോൺക്രീറ്റ് ഉൽപ്പന്നങ്ങളായ ഹോളോ ബ്രിക്സുകളോടായി. എങ്കിലും ചൂളകളിലെ കൊടുംചൂടിൽ കട്ടിയായ കട്ടകളെപ്പോലെ ജീവിതകാഠിന്യം കൊണ്ട് ഉറച്ചുപോയ ജീവിതകഥകൾക്ക് ഇപ്പോഴും വായനക്കാരുണ്ടെന്ന് കഥാകൃത്തായ അന്തിനാട് ജോസിന്റെ നേരനുഭവം. പത്രങ്ങളിൽ കൂടെയൊക്കെ കണ്ടു ഇങ്ങനെ ഇഷ്ടിക തൊഴിലാളികളെ പീഡിപ്പിക്കുന്നു, അവരുടെ ഇതെല്ലാം പറഞ്ഞ് പേപ്പറിൽ കൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരുടെ കഥ ഒരു നോവലായിട്ട് വേണം തോന്നി. അങ്ങനെ അവിടെ പോയി ഒരാവശ്യക്കാരൻ അവരുടെ കൂടെ ഒരു പണിക്കാരനായിട്ട് തന്നെ കൂടി, അല്ലാതെ വിവരങ്ങൾ അറിയാൻ പറ്റിയല്ല. നോവൽ എഴുതാണെന്ന് പറഞ്ഞാൽ കൂടി എന്നാൽ അവർ നമ്മളെ തലിക്കൊന്ന് തോട്ടിക്കൂടി വന്നു. അതുകൊണ്ട് ഒരു പണിക്കാരനായിട്ട് കടന്നുകൂടി എൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചാണ് ഈ നോവൽ എഴുതിയത്. നോവൽ എഴുതിയപ്പോൾ ഒരു സിനിമ ആകുമ്പോൾ അന്നത്തെ കാലത്ത് 1500 കോപ്പി അടിച്ച് മൊത്തം തീർന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ സെക്കൻഡ് എഡിഷൻ ഇറങ്ങി, 3ാമത്തെ എഡിഷൻ പിന്നെ ഇറങ്ങി, അങ്ങനെ 3-4 എഡിഷൻ ഇറങ്ങി. പിന്നെ ഇത് സിനിമാക്കാൻ വേണ്ടി കമ്പനിയെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണെങ്കിലും പിന്നെ അവസാന റൗണ്ടിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ 22ാം വയസ്സിലാണ് ജോസ് ഇഷ്ടിക എഴുതുന്നത്. കിടങ്ങൂർ, കട്ടച്ചിറ എന്നീ പ്രദേശങ്ങളിൽ അക്കാലത്ത് നിറയെ കട്ടക്കളങ്ങളായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് തൊഴിലാളികളും പുലർച്ചെ കളത്തിലെത്തി പണി തുടങ്ങണം. രാത്രി വൈകി ചൂളകളിൽ കട്ടകൾ അടുക്കി തീയിട്ടതിന് ശേഷമേ മടങ്ങിപ്പോകാനാകൂ. തൊഴിലാളി നിയമങ്ങളൊന്നും ഇഷ്ടികക്കളങ്ങളിൽ ബാധകമായിരുന്നതേയില്ല. പക്ഷേ വരുന്ന ആർക്കും പണിയുമുണ്ടായിരുന്നു. കോളേജ് അവധിയിൽ ഒരു തൊഴിലാളിയായി അഭിനയിച്ച് ഇഷ്ടികക്കളത്തിൽ കയറിക്കൂടി പൊരുവയലിൽ പണി ചെയ്തതാണ് കഥ എഴുതാനുള്ള പ്രചോദനമായതും. അടിമത്വവും ചൂഷണവും മൂലം രാത്രികാലങ്ങളിൽ പണിക്കാർ ഒളിച്ചോടുക അക്കാലത്ത് പതിവായിരുന്നു. ജോസാകട്ടെ പണിക്കൂലി പോലും വാങ്ങാതെ തന്നെ നട്ടുച്ചയ്ക്ക് കളത്തിൽ നിന്നും ഒളിച്ചോടി. ഇഷ്ടികയുടെ 1500 കോപ്പിയാണ് ആദ്യം അച്ചടിച്ചത്. 6 രൂപയായിരുന്നു അന്നത്തെ വില. പുതിയ പതിപ്പിന് 150 രൂപയാണ് വില. 60ഓളം പുസ്തകങ്ങൾ ജോസ് എഴുതിയിട്ടുമുണ്ട്. പരേതയായ മോളിയാണ് ഭാര്യ. ഒട്ടേറെ പ്രശസ്തമായ കലാസൃഷ്ടികൾ വിരിഞ്ഞ ജോസിന്റെ ഭാവനകൾ ഇന്നും പുതുരചനയിലാണ്. ACV ന്യൂസ്, പാലാ.